ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രഞ്ജിത്ത് തിരക്കഥയൊരുക്കി മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രമാണ് വല്യേട്ടൻ. 2000 പുറത്തിറങ്ങിയ ചിത്രം മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച മാസ് ആക്ഷൻ കുടുംബ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറക്കൽ മാധവനുണ്ടെങ്കിലും കുടുംബത്തിനും ഇന്നും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. 2000 പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലെ പ്രധാനിയായിരുന്നു വല്യേട്ടൻ. മമ്മൂട്ടിയോടൊപ്പം ശോഭന, സായികുമാർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, പൂർണിമ ഇന്ദ്രജിത്ത്, ഇന്നസെന്റ്, NF വർഗീസ്, കലാഭവൻ മണി, വിജയകുമാർ, സുധീഷ് തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. സായികുമാർ, NF വർഗീസ് എന്നിവരുടെ വില്ലൻ കഥാപാത്രങ്ങളും മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ രംഗങ്ങളുമാണ് വല്യേട്ടന്റെ ഹൈലൈറ്റ്. ഈ കഴിഞ്ഞ 2024 ചിത്രം 4K ഡോൾബി അറ്റ്മോസിൽ റിലീസും ചെയ്തിരുന്നു. അതേസമയം വല്യേട്ടനും കൈരളി ചാനലും തമ്മിലുള്ള ബന്ധവും മലയാളികൾക്കിടയിൽ ചർച്ചയാണ്. ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും വല്യേട്ടനില്ലാതെ കൈരളിയിൽ ഒരു ആഘോഷവുമില്ലെന്ന ട്രോളുകളും സജീവമാണ്. എത്ര വട്ടം ടെലികാസ്റ്റ് ചെയ്താലും ചിത്രത്തിന് കാഴ്ചക്കാരുണ്ടാവുമെന്നതാണ് സിനിമയുടെയും ചാനലിന്റെയും വിജയം. എന്നാൽ ഇനി ഈ ഓണം മുതൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഏതാഘോഷത്തിനും കൈരളിയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന വല്യേട്ടൻ സിനിമ ആ പടി ഇറങ്ങിയിരിക്കുകയാണ്. 25 വർഷത്തെ സാറ്റലൈറ്റ് അവകാശത്തിന്റെ കാലാവധി തീർന്നതിന് പിന്നാലെയാണ് കൈരളി വല്യേട്ടൻ സിനിമയുടെ സംപ്രേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. കൈരളി ചാനൽ ആരംഭിച്ച് 4 മാസത്തിന് ശേഷമാണ് വല്യേട്ടന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. 2000 തിയേറ്ററുകളിലേക്ക് എത്തിയ വല്യേട്ടൻ 2001 മുതലാണ് കൈരളിയിൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത്. കൈരളി ചാനൽ ആരംഭിച്ച് ആദ്യമായി സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയ ചിത്രം കൂടെയാണ് വല്യേട്ടൻ. പിന്നീട് വിശേഷ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഒരു സ്ലോട്ട് വല്യേട്ടന് ലഭിച്ചു തുടങ്ങി. 1900 ദിവസങ്ങളിൽ ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമ എന്ന റെക്കോർഡും കൈരളിക്കും വല്യേട്ടനുമുണ്ട്. ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് നേടാനാകാത്ത റെക്കോർഡാണ് മമ്മൂട്ടി ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. അന്ന് 15 ലക്ഷം രൂപയ്ക്കാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് കൈരളി സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ഏകദേശം 10 കോടി രൂപയോളം മൂല്യം വരും. പല ഘട്ടങ്ങളിലും TRP റേറ്റിംഗ് വർദ്ധിപ്പിച്ച് ചാനലിനെ പിടിച്ചു നിർത്താൻ ഈ സിനിമ സഹായിച്ചിട്ടുണ്ട്. നല്ല തുക ചാനലിന് വല്യേട്ടൻ സിനിമയിലൂടെ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ വല്യേട്ടൻ സിനിമയുടെ ഡിജിറ്റൽ അവകാശം മനോരമ സ്വന്തമാക്കിയിരുന്നു. ഒരു സമയത്ത് വല്യേട്ടൻ മനോരമയുടെ OTT പ്ലാറ്റ്ഫോമായ മനോരമ മാക്സിൽ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് നീക്കം ചെയ്തു. എന്തായാലും ഇനി വല്യേട്ടന്റെ അവകാശം ആര് സ്വന്തമാക്കുമെന്ന ആകാംക്ഷയാണ് ടെലിവിഷൻ പ്രേക്ഷകർക്ക്. സാറ്റലൈറ്റ് അവകാശം കൈരളി വീണ്ടും സ്വന്തമാക്കിയാൽ വല്യേട്ടൻ വീണ്ടും ഓട്ടം തുടരും. കൈരളിക്ക് പുറമെ മഴവിൽ മനോരമയും ഫ്ലവേഴ്സും മമ്മൂട്ടി ചിത്രത്തിന്റെ അവകാശത്തിനായി ശ്രമം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റിലീസ് ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളത്തിലെ മാസ് സിനിമ ചർച്ചകളിൽ മമ്മൂട്ടിയും വല്യേട്ടനും ഇന്നും സ്ഥാനം പിടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയകളിലും ചർച്ചകൾ സജീവമാണ്. മാവേലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വല്യേട്ടനില്ലാത്ത ഓണം ആലോചിക്കാൻ കൂടി വയ്യെന്ന് പ്രേക്ഷകർ കുറിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.